ഹലോ. ഹലോ. ആ ഹലോ. എന്താണ് ഹദീസ് ചോദിച്ച ഉസ്താദിനോട്? ക്ലിയർ ആക്കി. ആ എന്നാ ഒന്ന് വായിച്ചിന് അർത്ഥം പറഞ്ഞോട് കേക്കട്ടെ. ഒന്ന് വായിച്ച അർത്ഥം പറഞ്ഞോട് കേക്കട്ടെ. ഉസ്താദ് ക്ലിയർ ആക്കി തന്ന അർത്ഥം പറഞ്ഞോട്. അയാള് ഇതില് സെൻഡ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. ഇതില് സെൻഡ് ചെയ്തിട്ടില്ല. ആര് ചോദിച്ചിട്ടുള്ളൂ. ആരോട് ചോദിച്ചേ? ഉസ്താദോടന്നെ ചോദിച്ചോ? ഉസ്താദ് പറഞ്ഞെന്നാ? നമുക്ക് പറഞ്ഞെന്താണ് പറഞ്ഞോട് കേക്കട്ടെ. രാത്രി പറഞ്ഞുതരാം. രാത്രി പറഞ്ഞുതരാന്ന് പറയാനാണ് ഇപ്പൊ എന്നെ വിളിച്ചേ. ശരി, എന്നായിക്കോട്ടെ, രാത്രി വിളിക്കേ. കുറച്ച് കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഇല്ല, ആദ്യം തീരട്ടെ. ഒരു കാര്യം നമ്മൾ ഓരോന്ന് തീർത്ത് പോവാം കേട്ടോ. അങ്ങനെ തെറി വിളിക്കുന്നത് സുന്നത്തുണ്ടോ ഹദീസിലുണ്ടോ? അതാണ് അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ്. ഹദീസിലും സുന്നത്തിലും കഴിഞ്ഞ് ഖുർആനൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ആളുകളെ തെറി വിളിക്കുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? അത് ഒരാളല്ല, എല്ലാരും. മനസ്സിലായോ? മറ്റുള്ളവരെ ആക്ഷേപിക്കുക, തെറി വിളിക്കുക, നുണ പറയുക, ഇതൊക്കെ മതത്തിന് വേണ്ടി ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണ്? അത് മതത്തിൽ സുന്നത്തായിട്ടുണ്ടോ ഇല്ലേ? അതാണ് ഇപ്പൊ ചർച്ച. അല്ല, അത് കഴിയട്ടെ. ആദ്യം ഈ ഹദീസിന്റെ കാര്യം തീരുമാനാക്കിയിട്ട് പോവാ. എനിക്ക് അർജന്റ് ഒന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് കാര്യം കൂടി ചോദിക്കാൻ വേണ്ട, ആദ്യം ഒരു കാര്യം ചെയ്താൽ നമ്മൾ അത് തീർത്തിട്ട് അടുത്തത് ആണ് എന്റെ ഒരു രീതി. ഓക്കെ, ഞാനൊരു പോയിന്റ് എടുത്താൽ അത് കഴിഞ്ഞിട്ട് അടുത്തത്. അത് റെഡിയാക്കാം. അത് റെഡിയായിട്ട് വരട്ടെ. എന്താ അർജന്റ്? അല്ല, എനിക്ക് അങ്ങനെയല്ല. വേണ്ട, ചോദിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അതും തീരുമാനാക്കിയിട്ട് അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. ഈ ഭയങ്കര ഡയലോഗ് അടിയിലായിരുന്നു, കുറച്ച് ദിവസമായാലും നീ തുടങ്ങിട്ടെ. ഭയങ്കര ഡയലോഗ് അടിയല്ലായിരുന്നു. എനിക്ക് അയാള് സംസാരിക്കാനും പോയി ഇരിക്കാനും സമയം കിട്ടേറ്റ. എന്തിന്? സമയം ഉണ്ടാകുമ്പോ മതി. ഈ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ അവിടെയുള്ള കുട്ടികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ പോയി ഇരുന്ന് അവരെ കണ്ട് ഒരു തെറിവിളി ഹദീസ്, വലിയ ഹദീസാണ് പറഞ്ഞവരെ, വലിയ ഹദീസാണ്. ഹുദൈബിയ സന്ധ്യയായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവങ്ങൾ വിശദമായി വിവരിക്കുന്ന ഹദീസാണ്. അപ്പോ അതിന്റെ ഇടയിലാണ് ഈ സാധനം. ഓക്കെ, അപ്പൊ ഈ തെറി വിളിക്കുന്നതിന്റെ തെളിവ് ഹദീസിലുണ്ട്. ഖുർആനിൽ അള്ളാഹു തെറി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മതി, പതിയെ മതിന്നേ. കുട്ടികള് പറഞ്ഞാ നിങ്ങൾ പറഞ്ഞായിട്ട് ഒരു ബന്ധമില്ല. അത് നിങ്ങൾ കുട്ടികൾ പറഞ്ഞ നിങ്ങൾ ഉംസുസ് ബല്ലറുല്ലാത്തിന്റെ അർത്ഥം അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ അല്ലെ? ഹദീസ് ഉള്ളതല്ലേ അത്? കുട്ടികളും പറഞ്ഞ വലിയൊരു ഹദീസ. അതിന്റെ വിശദീകരണം എന്ന് വെച്ചാല് ഒരു യുദ്ധഘട്ടം. അല്ല, ഹദീസ് യുദ്ധ സന്ദർഭം ഒന്നും അല്ല. അത് വെറുതെ തള്ളി മറിക്കണ്ട. കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. ഉസ്താദിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തന്നല്ലോ വാക്ക്, അതിന്റെ അർത്ഥം കൂടി ചോദിച്ചാൽ മതിയല്ലോ അവരോട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ദേവികളായ സംഭവം പറഞ്ഞപ്പോ പ്രവാചകനെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോ എന്താക്കുന്നത് പിന്നെ അബൂബക്കറുള്ളവന് അന്നേരം കൊടുത്ത മറുപടിയാണ്. മാത്രല്ല അയാളത്ത് പോയി ഇരുന്ന് സംസാരിച്ചത് ക്ലിയർ ആവണം. അല്ല, നിങ്ങൾ ഇത്രയൊക്കെ പറയാൻ അറിയണ കുട്ടികൾക്ക് ഉംസുസ് ബല്ലറും ഇല്ലാത്തെന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലേ? അബൂബക്കർ ഉർവനോട് പറഞ്ഞതാണത്. അത് അതിന്റെ സന്ദർഭമുണ്ട്. അത് സന്ദർഭമല്ല ഞാൻ ചോദിച്ചേ, സന്ദർഭമല്ല സുഹൃത്തെ, സന്ദർഭമല്ല. വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചേ. അബൂബക്കർ എന്താണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചോട്ടെ, അബൂബക്കർ എന്താണ് പറഞ്ഞത്? നിങ്ങൾ അത് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഉള്ളൂ നമ്മളെ. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഉമ്മാന്റെയും വാപ്പാന്റെയും ലിംഗത്തിന് പറയുന്ന ഇടപാട് അബൂബക്കർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഇതാണ് ചോദ്യം. അത് കുട്ടികൾ പറഞ്ഞ സംഭവം അത് പിന്നെ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യുദ്ധത്തിൽ വന്നപ്പോ നിങ്ങൾ യുദ്ധത്തിന് പിന്തിരിഞ്ഞോട്, നിങ്ങൾ പേടിക്കൊണ്ടമാണെന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ കുറിച്ച് മൊത്തം ആക്ഷേപിച്ചുതരാം. അതുപോലെ പിന്നെ അന്നത്തെ കാലത്ത് ഓലെ ദേവികളായി അംഗീകരിക്കുന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് പൊന്നാരന്റെ അഫ്സൽ? അവര് അങ്ങോട്ട് കൊടുത്ത മറുപടിയാണ് എന്താണ്? അബൂബക്കറുള്ളവന് അങ്ങോട്ട് കൊടുത്തത് നിങ്ങൾ ദേവികളായിരിക്കും എന്ന വാക്ക് തുടങ്ങുന്നത്. അതിൽ പ്രയോഗിച്ചിരുന്നത് അവിടെ തെറി പറഞ്ഞപ്പോ
തെറി പറഞ്ഞപ്പോ അതിന് പ്രതികരിച്ചു എന്നുള്ളതിന്റെ അകത്ത് തെറി നിങ്ങൾ പറഞ്ഞിട്ടില്ല, പറയുന്നത് വലിയൊരു പ്രവാചകൻ തെറി ഹദീസ് പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി. ഇല്ല ഇല്ല ഇല്ല. ഏഹ് നിങ്ങൾ ആ ഹദീസ് വായിച്ചാല് ഉറുവ എത്രയും മാന്യമായിട്ടാണ്, എത്രയും മാന്യമായിട്ടാണ് ഉറുവ രംഗത്തേക്ക് അത് വരുന്നത് പോലും വളരെ മാന്യമായ അള്ളാഹുവിനെ ഒരു കുറിച്ച് ആവശ്യത്തിനാണ്. പറഞ്ഞപ്പോ അത് നിങ്ങൾ ദേവികളായിരിക്കും ഇല്ല, അങ്ങനെ എന്നുള്ളൊരു പറഞ്ഞിട്ടില്ല. വാക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ നോണ പറയരുത്. പ്രതികരിച്ചു എന്നുള്ള അല്ല, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്ന് നിങ്ങൾ നോണ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കുട്ടികൾ നോണ പറയുന്നു. അത് ഓരോ സംസാരിച്ചാൽ ക്ലിയർ ആവും. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം ചോദിച്ചുകൂടെ ചൊങ്ങാതിയെ? എന്താണ് ആ പറഞ്ഞത്? അബൂബക്കർ എന്താണ് ആ പറഞ്ഞത്? ഇതന്നെയല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കാക്കാരും താത്താരും നമ്മളെ വിളിച്ചു പറയണേ? ഈ മൂല്യന്മാരൊക്കെ വിളിച്ചത് എന്റെ അമ്മാന്റെ എന്ന് പറയുന്നത് തന്നെയല്ലേ ആ സാധനം? അത് നിങ്ങൾ പറഞ്ഞാ മതി. അബൂബക്കർ മുഹമ്മദിന്റെ മുന്നിൽ വെച്ചിട്ട്, മുഹമ്മദിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനി മുഹമ്മദ് വാപ്പാന്റെ പോയി ലിംഗം പോയി കടിക്കട എന്നൊരാളോട് പറയാൻ പറഞ്ഞതും വേറൊരു സഹാബി അത് സുന്നത്ത് പോലെ അനുചരിക്കുന്നതും ആചരിക്കുന്നതും ഹദീസിലുണ്ട്. ആ ഹദീസും കൂടി വേണേ ഞങ്ങൾക്ക് അയച്ചുതരാം. എന്നിട്ട് രണ്ടും കൂടി തീരുമാനമായിക്കോളി. അപ്പൊ വാപ്പാന്റെ ലിംഗവും ഉമ്മാന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഈ സാധനം പറയുന്നത് മുഹമ്മദിന്റെ കാലത്ത് സഹാബികൾ ചെയ്തതാണ്. അതാണ് ഇന്നും ഒരു ആശയത്തിൽ നമ്മൾ ആശയപരമായി വർത്തനം പറയുമ്പോ അതിന് മറുപടി പറയാതെ എന്റെ അമ്മാന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ. നിങ്ങൾ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ ഫോൺ കോൾ റെക്കോർഡാണ് എന്റെ ആശയം. എന്റെ വീഡിയോ കണ്ടിട്ടല്ലേ ഈ ഫോൺ കോളിൽ വിളിക്കണ നിങ്ങള്. അതായി പ്രചരണം. നിങ്ങളിപ്പോ എന്തിനാ എന്നെ വിളിക്കാനും മെസ്സേജ് അയക്കാനും തുടങ്ങി? ഏതെങ്കിലും സാധാരണക്കാരൻ വിളിക്കുന്നത് എന്തെങ്കിലും ചോദിക്കുന്നതല്ലോ എന്നത് ആശയപ്രചരണം. ഒരു സാധാരണക്കാരന്റെ വൈബ് ആയിരുന്നല്ലോ അഫ്സല് എന്നോട് വാട്സപ്പ് ചാറ്റ് തുടങ്ങിയ സമയത്ത് അല്ലല്ലോ. എന്തൊക്കെയായിരുന്നു? അഹങ്കാരി, മറുപടി താ, ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി താന്നൊക്കെയല്ലേ എന്നെ വിളിച്ചത്? അഹങ്കാരി തന്നെ. കാരണം വെച്ചാല് നിങ്ങളെ അഹങ്കാരത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ട് എത്ര സത്യം കൃത്യമായിട്ട് പറഞ്ഞെടുത്തത് അംഗീകരിക്കാൻ തയ്യാറില്ല. എന്ത് സത്യമാണ്? പറ. എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ അംഗീകരിക്കാത്ത ഒരു സത്യം കൊടുത്ത നിർവചനം അത് എന്ത്? കാരണം വെച്ചാല് നിങ്ങൾക്ക് സംശയമുള്ള കാര്യം ഇത് തന്നെയാണെങ്കിൽ നിങ്ങളെ പണ്ടപ്പോ യുക്തിവാദികളൊക്കെ അംഗീകരിക്കുന്നത് അത്ര ഞാൻ ചോദിക്കുന്നത് എന്താണ് മറുപടി ചെയ്യുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ. എന്ത് തെളിവുകൾ കൊണ്ടുവന്നാലും അതിന് കുതിർത്ത് തർക്കിച്ചിട്ടു പിന്നെ ഇതാക്കിയിട്ടാണ് നിങ്ങൾ ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് എന്താക്കണോ അത് കൂടെ തർക്കിച്ചിട്ട് അതിനെ ഇങ്ങനെ വക്കീകരിച്ചിട്ട് കാണിച്ചാൽ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവും. എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ അംഗീകരിക്കാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? അഹങ്കാരത്തിനുള്ള നിർവചനം കൊടുത്തപ്പോ അത് നിങ്ങൾക്ക് എന്തൊരു കഷ്ടം. നിങ്ങൾ ഇങ്ങനെ ഇന്നലെ വിളിച്ച ഉസ്താദിനെ പോലെ ആയാലെങ്ങനെ? നിങ്ങളൊരു AP ഉസ്താദിന്റെ പോലെ ആയാലെങ്ങനെ ശരിയാവുക? ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊരു സെലഫി ധാരയിലാന്നാണ്. ആണോ? സെൽഫി ധാരയിലാണ്. അങ്ങനെയാണ് നിങ്ങൾ AP ഉസ്താദിന്റെ കുട്ടികൾ മറുപടി വരണ പോലത്തെ ചീഞ്ഞറിഞ്ഞ രീതി ഉപയോഗിക്കരുത്. സ്ട്രൈറ്റ് ടു ദ പോയിന്റ് നിങ്ങൾ പറയും. എന്നെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ടും അങ്ങനല്ല പറയട്ടെ. ഞാനിപ്പോ ഇന്ന് മരിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട് അലവി സക്കാഫിനോട് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോ അതിന് വേറൊരു മൊലിയാരിൽ നിന്ന് കയറി നിന്ന് വർത്താനം പറയണത് കണ്ടിട്ട് എന്റെ തല പിരി പോയിരിക്കരുത്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ മറുപടി നിങ്ങളും പറയരുത്. മനസ്സിലായോ? നമ്മൾ ഡയറക്റ്റ് പോയിന്റ് മറുപടി അറിയും. ഞാൻ ചോദിക്കുന്നത് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടും ഞാൻ അംഗീകരിക്കാതിരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് എന്താ? അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിക്കലാണെങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റ് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ അംഗീകരിക്കാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം പറയും. നിങ്ങൾ ബഹളം വെക്കല്ലേ? ഞാൻ നിങ്ങളോട് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കണേ, എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടും ഞാൻ അംഗീകരിക്കാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് എന്താണ്? ഏകദേശം യുക്തിവാദികൾക്ക് ഇസ്ലാമിക് പ്രബോധകന്മാർ മറുപടി കൊടുക്കുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു മനുഷ്യനും ഞാൻ നിങ്ങളോട് എത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്. ഖുർആനൊക്കെ അത് അംഗീകരിക്കൂല. നിങ്ങൾ എന്റെ സമയം കളയരുത്. ഖുർആനിൽ ഞാൻ ഈ പറഞ്ഞ ഹദീസ് അതിലുണ്ടോ ഇല്ലേ? ഹദീസ് ഉണ്ട്. പിന്നെ അതിന്റെ അർത്ഥങ്ങൾ പറയണില്ല, പോട്ടെ. നീ ലാത്തയുടെ ക്രിസരി പോയി ഉറിഞ്ച് എന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരുന്നത്. ഹദീസില് ഇങ്ങത്തുണ്ട് ഹദീസ് മലയാളത്തിൽ എഴുതി വെച്ചത്. എന്റെ ഉമ്മാന്റെ എന്ന് പറയണതിന്റെ വേറെ അവരുടെ ദേവിയെ ചേർത്ത് ഇതേ സാധനം പറയുന്ന സംസ്കാരം എവിടുന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഹദീസിലുള്ളത് നിങ്ങൾക്ക് തന്നത്. അപ്പൊ ഈ തരം ഇൽമ് ഇതിന് എന്ത് ന്യായീകരണം പറഞ്ഞിട്ടെന്താ? ഈ പിന്നെ വാചനം ഈ അക്രമം ഇയാൾ കാണിക്കുന്നത്, വൃത്തികേട് കാണിക്കുന്ന എപ്പോഴാ അറിയാം?
അന്യദേവന്മാരെ, മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവർ നമ്മളെയും ചെയ്യും, അവരെന്നെയും നിന്ദിക്കും എന്ന് അള്ളാഹ് ആയത്തിറങ്ങിയിട്ട് പിന്നെ 5-6 കൊല്ലം കഴിഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഖുർആനിനും ഹദീസിനും ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതിന് എതിരായിട്ട് മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ, മുഹമ്മദ് നബിയുടെ മൗന സമ്മതത്തിൽ അക്ബർ തെറി വിളിക്കുകയാണ് ലാത്തന്റെ ക്രിസരി ഉറിഞ്ചിക്കോന്ന്. ഇല്ല, അതൊക്കെ നമ്മളെ ഉഹദ് യുദ്ധത്തിലെല്ലാം പ്രവാചകനെതിരെ യുദ്ധത്തിലെ സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ വഫാത്തായതും അതിന്റെ അൽമുണ്ടാകും ശത്രുക്കളെ നിരന്തരം ആക്ഷേപിക്കുമെല്ലാം സാബികൾ പ്രതികരിച്ചിട്ട് അതുപോലത്തെ ഒരു പ്രതികരണമായിരിക്കും. അല്ല 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 അതിനാണ് സന്ദർഭം കാര്യം. ഇത് ഹുദൈബിയ സന്ധിയില്ല. നിങ്ങൾ എങ്ങോട്ടായി പോണ? എവിടേക്ക് ഊഹദക്ക് പോണ നിങ്ങള്? അല്ല, അങ്ങനത്തെ ഒരു സന്ദർഭം ആക്ഷേപങ്ങൾ ഇങ്ങനെ വരുമ്പോ ആക്ഷേപങ്ങൾ എന്താക്ഷേപം? അവിടെ ഉറുവ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പ്രതികരിച്ച സന്ദർഭം ഉണ്ടാവും. ഉറുവ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഉറുവ പറഞ്ഞത് മുഹമ്മദ് എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരൊക്കെ അന്നെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇത് തീരുമാനാക്കി? അല്ല, കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇനി വേറെ കാര്യം? എന്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ പറയുന്ന പോയിന്റിനൊന്നും നിങ്ങൾ മറുപടി പറയില്ല. അതായത് ഞാൻ അഹങ്കാരം കൊണ്ട് അംഗീകരിക്കാത്തതാണെന്ന് പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നില്ല. അഹങ്കാരം കൊണ്ട് അംഗീകരിക്കുന്ന ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം പറയും സുഹൃത്തെ. ഉദാഹരണമല്ല, ഈ നിങ്ങളെ വിമർശിക്കുന്ന വിമർശനങ്ങളെ ചോദ്യങ്ങൾക്കെല്ലാം ഇത്രോ കൃത്യമായത് കുട്ടിക്ക് തിരിയുന്ന രീതിയിൽ ഇസ്ലാം മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഈ കുറെ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട്. അക്ബർ സാഹിബിന്റെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോണ്ട. ജബ്ബാർ ആരിഫ് എന്നൊന്നും പറഞ്ഞു പോണ്ട. നിങ്ങളിത് പറയും. അംഗീകരിക്കുമല്ലോ നിങ്ങൾ എങ്ങനെ? ഏതാണ് അംഗീകരിക്കാത്തത്? നിങ്ങൾ എന്നോട് പറയും. ഞാൻ അഹങ്കാരം കൊണ്ടാണ് അംഗീകരിക്കാത്തതെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പോയിന്റ് നിഷേധിച്ചിട്ട് അതിന് തർക്കമായിട്ട് അങ്ങനത്തെ ആളുകൾ നിങ്ങളൊരു പോയിന്റ് പറയും. ബൈ, എന്തൊരു വിഷയം കണ്ട എത്ര തെളിവ് കിട്ടിയത്? ഒരു വിഷയം പറയൂ. അങ്ങനത്തെ ഒരു വിഷയം അറിയാനിട്ട് പഠിക്കുകയാണെങ്കിൽ ഓൾക്ക് പഠിച്ചത് എന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ എ പി കുട്ടികളെക്കാളും കഷ്ടമായില്ല. എങ്ങനെ നിങ്ങൾ ഒരു പോയിന്റ് പറയൂ. അങ്ങനത്തെ ഒരു പോയിന്റ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ഒരു വിഷയം. പഠിച്ചോൻ തന്നെ ഇറങ്ങി വന്നിട്ട് ഞാനാ പഠിച്ചോന്നുള്ള തെളിവ് കൊണ്ടുവന്നാൽ പഠിച്ചോന്റെ തെളിവ് നമ്മൾ ചോദിക്കാറേ ഇല്ലല്ലോ. പടച്ചോന്റെ തെളിവ് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. പടച്ചോൻ മനുഷ്യർക്ക് അവർക്ക് ഇത് കിട്ടുമെന്ന പരലോകത്ത്. നിങ്ങൾ എന്തൊരു കഷ്ടം. നിങ്ങൾ എന്താ ഒരു സ്വർഗം മുമ്പ് കാണുമ്പോ അവരുടെ വിലാപം അത് ആ സമയത്ത് അവർ വിശ്വസിക്കും. ഏത് മരിച്ചു എന്നിട്ടോ അതോ മരണം മുന്നിൽ കാണുമ്പോഴോ? മരണം മുമ്പ് കാണുന്നില്ല, മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ മനസ്സിലാവുന്ന അവസ്ഥയെ കുറിച്ച് നരകത്ത് മുമ്പ് കാണുമ്പോൾ പഠിച്ചതിന് ചോദ്യം ഇത് നിങ്ങൾക്ക് മായാചാരമായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങള് നരകത്തിനൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ, എനിക്ക് പേടിയാണ്. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ അതുവരെ എന്താ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ എങ്ങനെ തെളിവ് കൊടുത്താലും നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ഇപ്പൊ നമ്മൾ ജീവനോടെ ഉയിരോടെ ബോധത്തോടെ ഇരിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞുതരും. നിങ്ങൾ അപ്പൊ നരകത്തേക്ക് പോണെന്തിനാ? അല്ല, അവിശ്വാസികളെ കുറിച്ച് പഠിച്ചോൻ പറയുന്നത് കുറെ പഠിച്ചോൻ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അംഗീകരിക്കാത്തത് അഹങ്കാരം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പോയിന്റ് പൂർണ്ണമായിട്ട് അഹങ്കാരം. ഒരെണ്ണം പറയൂ, ഒരു ഉദാഹരണം. അതായത് നിങ്ങൾക്ക് നമ്മളൊരു വിമർശനം ഉന്നയിച്ചു. ഒരു മിനിറ്റ്. സത്യം പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകന. അള്ളാഹു എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ദൈവത്തിനാണ് പേര് കൊടുക്കുക. ആകെ ദൈവമാണ് അള്ളാഹു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ പോലും മുഹമ്മദ് ദൈവം നിയോഗിച്ച പ്രവാചകനാണെന്ന് ഒരു തെളിവില്ല. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് എനിക്ക് അഹങ്കാരം കൊണ്ടാണോ? അത് തെളിവില്ലാത്തോണ്ടാണ്. ആ പറഞ്ഞു കൂട്ടിയതും ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കൂട്ടിയതിലാണ് വേറൊരാളെ തന്തക്ക് വിളിക്കുന്നത്. പഴച്ചു പറ്റുമെന്നൊക്കെ പറയണേ. എളാപ്പാനെ പ്രാകുക, അല്ല മൂത്താപ്പാനെ പ്രാകുക. ഇതൊക്കെയാണ് ഒരു ദൈവത്തിന്റെ വചനം. മൂത്താപ്പാനെ പ്രാകുക, എന്നിട്ട് വേറുള്ള ആൾക്കാരെ തന്തക്ക് വിളിക്കുക, ഒരാളുടെ മൂക്ക് നീണ്ടവൻ എന്നൊക്കെ പറഞ്ഞ ആളെ കളിയാക്കുക. ഇതൊക്കെ ഒരു ദൈവം ചെയ്യോ? അബൂലഹബിനെ കുറിച്ച്
അബൂലഹബിനെ കുറിച്ച് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല, അതുകൊണ്ടല്ല മരിച്ചത്. എങ്ങനെ മരിച്ച ആള്? ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അല്ല, സംസാരിച്ചോട്ടെ? നിങ്ങളിത് പറയാം, അബൂലഹബ് എങ്ങനെ മരിച്ചെന്ന് കൂടി പറയാം. അബൂലഹബിനെ ആക്ഷേപിച്ച കാര്യം നിങ്ങൾ പറയുന്നത്. അതേന്ന്. എന്നിട്ട് അബൂലഹബ് എങ്ങനെ മരിച്ച? അബൂലഹബ് എന്നിട്ട് അള്ളാന്റെ അത് കുതിരത്ത് കൊണ്ട് അങ്ങനത്തെ ഒരു മരിച്ചു സന്ദർഭം എന്നുള്ളതല്ലേ? ഉണ്ടാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അയാള് നമ്മളെ ആദ്യത്തെ പ്രഭവത്തില് മലമുകൾ കയറിയിട്ട് പിന്നെ ഇങ്ങനെ തൗഹീദ് അത് പറഞ്ഞപ്പോ മനസ്സിലായി, ആ സിനാരി എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനെതിരെ അങ്ങനെ അതൊക്കെ എന്താണ്? അതിനൊക്കെ എന്തത്ര ശപിക്കാനുള്ളത്? നാശം എന്ന് പറഞ്ഞ പ്രവാചകൻ അപമാനിച്ചവരുള്ള അതിനുള്ള. അതാ ഞാൻ ചോദിക്കുന്നത്, ആ നിലവാരാണ് ഒരു പഠിച്ചവനുള്ളത്? ഇന്ന ചീത്ത വിളിക്കുമ്പോ അങ്ങോട്ട് ചീത്ത വിളിക്കുക, ഒരാൾ ആക്ഷേപിച്ചു പറഞ്ഞ അയാളെ തന്തക്ക് വിളിക്കുക. മുഹമ്മദ് നബീനെ എന്താ പറയാ, എന്താണ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പനാന്ന് വിളിച്ചു എന്നോ അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ടാണ് സനീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ചങ്ങാനെ വിളിക്കുന്നത്. അല്ല, ഇതാണോ വേദഗ്രന്ഥം? അതായത് ഇപ്പൊ ഞാനും അഫ്സലും തമ്മിൽ ഉണ്ടാവുന്ന ഒരു തർക്കത്തിൽ ഞാൻ പറയണത് നിങ്ങൾ പറയണതൊക്കെ ഇങ്ങനെ വേദവാക്യാവുക? എങ്ങനെ? മുഹമ്മദ് നബീനെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനാന്ന് വിളിച്ചിട്ട് ആരോ കളിയാക്കിന്നോ ആക്ഷേപിച്ചു എന്നൊന്ന് പറഞ്ഞിട്ട്, ആക്ഷേപിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഇസ്ലാമിൽ ഇപ്പോഴുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ പരിശോധിച്ചാല് അബ്ദുള്ള മരിച്ച ഏതാണ്ട് ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്നുള്ള ചില കണക്കുകൾ കിട്ടും. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് എന്നാലും ആക്ഷേപിക്കാൻ പാടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരാൾ ആക്ഷേപിച്ചാല് അതിന് പകരം ഇസ്ലാമിക ചരിത്രങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. ചരിത്രത്തിലൂടെ വായിക്കുക. ഇസ്ലാം ചരിത്രത്തിൽ അല്ലല്ല, ഞാനൊരു സംഭവം പറഞ്ഞത്, നമ്മൾ ആളുകളുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചരിത്രത്തിലൂടെയാണല്ലോ വായിക്കുക. ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തിലൂടെ അല്ല പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങൾ അത് പ്രവാചകൻ ചരിത്ര ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതി വെച്ച കാര്യമല്ല വായിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ചരിത്രം ഉണ്ടാവും. എന്തൊരു കഷ്ടം! അതിലൂടെ വായിക്കുമ്പോ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത് എങ്ങനെ? നിങ്ങൾ ഇപ്പൊ പ്രവാചകന്റെ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോ കിട്ടുന്ന കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്താ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പ്രവാചകന്റെ ഉപ്പ ജനിച്ചത് അങ്ങനെയാണല്ലോ. അതെ, അബ്ദുള്ള മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത് എന്നുള്ളതാണ് ഗ്രന്ഥങ്ങൾ. നമ്മള് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തമ്മിൽ കോറിലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. പ്രവാചകന്റെ ഉപ്പ മരണപ്പെട്ടിട്ട്, അതായത് അബ്ദുള്ള മരണപ്പെട്ട ഒരു 3 വർഷത്തിനപ്പുറം കഴിഞ്ഞിട്ടാണ് അബ്ദുള്ള ജനിച്ചത് എന്നുള്ള ഒരു കണക്ക് വരും. പ്രവാചകനെ പിന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ചരിത്രത്തിലുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയെ ആളുകൾ അവിടെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറഞ്ഞാൽ കളിയാക്കിയിരുന്നു. ആരൊക്കെയോ ഖുറൈശികളിൽപ്പെട്ട ആൾക്കാര്. അങ്ങനെ കുറച്ച് ആൾക്കാര് മുഹമ്മദ് നബീനെ കളിയാക്കി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരു മനുഷ്യന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തിട്ട് ഇനിയിപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ നിലപാട് ആ കാര്യത്തിൽ. ഒരാളുടെ ജനനത്തിന് അയാളല്ല ഉത്തരവാദി. ഓക്കെ, അയാളല്ലല്ലോ അയാളുടെ ജനനത്തിന് ഉത്തരവാദി. അപ്പൊ അത് പോട്ടെ. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്യുമ്പോ അതിനൊരാള് അതിന് അള്ള ഇറങ്ങി വന്നിട്ട് ഓനാണ് തന്തല്ലാത്തവൻ അല്ലെങ്കിൽ ഓനാണ് പഴച്ചു പറ്റവൻ എന്ന് പറയോ? ദൈവത്തിന്റെ കിതാബിൽ ഉണ്ടാവോ? അല്ല, ഇത് പറയുങ്ങള് അങ്ങനെ ഒരു ഖുർആനിൽ അള്ള പറയോ തന്തല്ലാത്തവനെ എന്ന് വിളിക്കുവാരെങ്കിലും? ഞാൻ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ദൈവം ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതന്നെ. അത് മാത്രല്ല, എങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്ന ആളാണെങ്കിൽ ഒരു 24 വർഷം കൊണ്ട് ഒരു ഗ്രന്ഥത്തിന് ഇത്ര മാറ്റം ഞാൻ വെറുതെ പറയല്ലോ. 68:13 സൂറത്തുൽ കലമിലെ ആയത്ത് 13 വായിച്ചത് കേവലം പ്രവാചകൻ ഉണ്ടാക്കിയ ഒരു വചനാണെങ്കിൽ 23 വർഷം കൊണ്ട് ലോകത്ത് ഇത്രയേറെ സ്വാധീനിച്ച ഇത്ര വലിയ ഇപ്പോ ഇങ്ങനെ മനുഷ്യന്മാരെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിൽ ഏത് മനുഷ്യന്മാരെ ഇത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഏത് മനുഷ്യനെയാണ് ഖുർആൻ പരിവർത്തിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ? ആരാണ് ഖുർആനെതിരെ അതിശക്തമായ വിമർശനമായിട്ട് വന്ന പുസ്തകം എഴുതിയ ഓനെ പോലും ഖുർആൻ മാറ്റിയെടുത്തിട്ട് വിശ്വാസിയായി മാറ്റുന്നു. ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ണു മുമ്പ് കാണുന്നവർ.
ഇങ്ങനെ ഒരു ഗ്രന്ഥം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നാവും. ഏത് ഗ്രന്ഥം അത് സ്വാധീനിച്ചു നിങ്ങൾ പറയണേ? അത് മാത്രല്ല, നിങ്ങൾ പറയുന്ന ഞാൻ പറഞ്ഞുതരാം. 23 വർഷം മരണത്തിൽ കൊണ്ട് പേടിയുള്ള, മരണത്തെ പേടിക്കുന്ന കുറച്ച് 23 ആൾക്കാർ ചിലപ്പോ അതിനകത്ത് അല്ല, വരുന്നുണ്ടാവും. ഇപ്പൊ അടുത്ത് എന്തൊരു അമേരിക്കയില് കാര്യം നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനെ ആയത്തുമ്പോ കഠിനമായി പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വിമർശിച്ച പോണേ? ആള് ഇസ്ലാമിന്റെ ആളായിട്ട് ഇപ്പൊ മാറിയിട്ട് ഇസ്ലാമിന് പ്രബോധകനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറെ എങ്ങനെയാണ് ആൾക്കാർ ചെയ്യും. അതിലെന്താ കാര്യം? അയാൾക്കത് ഞാൻ അതുകൊണ്ട് പറയുന്നത്, ഇതിനുള്ള ശരിയാവോ? അയാൾ എഴുതി വെച്ച പുസ്തകം പൂർത്തിയാക്കുന്ന മുമ്പ് അയാൾ മുസ്ലിമായി. ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം മനുഷ്യന്മാർ ഇതിലെന്താ പ്രത്യേകത? അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ പറഞ്ഞ വചനം ഇല്ലാതാവോ? കേവലം പ്രവാചകൻ ഉണ്ടാക്കിയ ഒരു വാക്കാണെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരിക്കലും മാറാത്ത ഒരു മാറ്റം ഈ ഗ്രന്ഥം കൊണ്ട് ഉണ്ടാകാൻ സാധിക്കും. കേവലം 23 വർഷം കൊണ്ട് പിന്നെ വേൾഡില്, ലോകത്തിലെ പ്രവാചകൻ ജീവിതത്തിലെ എല്ലായിടത്തും ഇസ്ലാം എത്തിപ്പെട്ട് മനുഷ്യന്മാർ ഇങ്ങനെ പരിവർത്തിച്ച് കേവലം ഒരു മനുഷ്യന്റെ ഇന്നും അത് സംഭവിക്കുന്നത്. ഇന്നും നമ്മളെ കണ്ണുമുമ്പ് എന്തൊരു കഷ്ടം. പ്രവാചകനല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ ആളുകൾ. ഞാൻ ഒരു കാര്യം ചോദിക്കണം. അടുത്ത് ലോകത്തെ ജനസംഖ്യയുടെ ഞാൻ മുൻവിധിയല്ല. നിങ്ങൾ ഈ പറഞ്ഞതാണ് മാനദണ്ഡമെങ്കിൽ കിട്ടുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പറയുന്നതാണ് മാനദണ്ഡമെങ്കിൽ ഒരുപാട് പുതിയ ആളുകൾ നിങ്ങൾ ഒരു ഖുർആൻ വചനം പറഞ്ഞപ്പോ ഇങ്ങനെ അസ്വസ്ഥനായാലും എങ്ങനെ? എന്തൊരു കഷ്ടമാണ്. നമ്മൾ എത്ര സമാധാനത്തിൽ സംസാരിച്ചു, നമ്മൾ എത്ര വളരെ ബോധ്യപ്പെട്ടാലും അത് നിഷേധിച്ച് അതിന്റെ കൊയ്പ്പുകൾ നോക്കി അത് കൃത്യമായി പഠനത്തിന് വിധേയമാക്കാതെ അതിൻ്റെതായ എന്തൊരു കഷ്ടാണത്. ഞാൻ പഠിച്ചു പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റൂല സുഹൃത്തെ. ഞാൻ നിങ്ങൾക്ക് ഒരു വചനം പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഖുർആൻ എന്താണെന്ന് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഒരൊറ്റ വചനം പറഞ്ഞുതരാം. 62-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ഒരു വചനമുണ്ട്. എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ മലയാളത്തിലേക്ക് എഴുതുമ്പോ അത് ദുഷ്കീർത്തി നേടിയവനൊക്കെ വ്യാഖ്യാനിച്ചു എഴുതും. പക്ഷെ സനീം എന്ന് പറഞ്ഞാൽ ബാസ്റ്റഡ് എന്നാണ് അർത്ഥം, തന്തയില്ലാത്തവൻ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്ന? അല്ല, ഇതൊരു വേദഗ്രന്ഥത്തിൽ ഉണ്ടാവും. ദൈവം പറയുമോ? വാക്യമായിട്ട് പരിഭാഷയിൽ നിന്ന് വായിച്ചെടുക്കുമ്പോ ഇവിടെ എല്ലാം കിട്ടും. നിങ്ങൾ പറഞ്ഞു സനീം എന്ന് പറഞ്ഞ വാക്കിന്റെ അറബി അർത്ഥം എന്താ? ഖുർആനെതിരെ വിമർശനമായിട്ട് വരുന്ന സനീമിന്റെ അർത്ഥം എന്താ? വിമർശിക്കുമ്പോ ഇങ്ങനത്തെ കുറെ കാര്യം കിട്ടും. ആധികാരികമായി പഠിക്കുമ്പോ എന്താവും? പഠനം നിങ്ങൾക്ക് ആർക്ക്, നിങ്ങളിപ്പോ എക്സ് മുസ്ലിം ഇസ്ലാം വിമർശനം നടത്തുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു പഠനം ഇല്ല. കേവലം അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പരിഭാഷ നിങ്ങളെ മൂലനിർദ്ദമായി പഠിക്കുന്ന അവിടുന്ന് പരിഭാഷ കിട്ടും. നിങ്ങൾ ഇങ്ങനെ തോന്നിയ മാതിരിയാണോ വിശ്വാസികൾ പരിഭാഷ എഴുതി വെക്കുന്നത്? ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഒരു മനുഷ്യൻ, നിങ്ങൾ ജബ്ബാർ ക്ലാസിന്റെ ഖുർആൻ ക്ലാസ് ഒക്കെ നമ്മൾ വേറെ ചർച്ച. നിങ്ങൾ ഇത് പറയേ, നിങ്ങൾ കേട്ടുക്കുന്ന അത്രക്കും നിലവാരം കുറഞ്ഞ അയാളുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു? ഇതല്ല നിലവാരം, ഖുർആനിന്റെ നിലവാരമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഖുർആൻ ക്ലാസ് അരമണിക്കൂർ പിന്നെ വിഗ്രഹത്തിന്റെ മുകളിൽ കയറിയ അപ്പിട്ട് വെക്കുന്നതൊക്കെയാണോ നിങ്ങൾ ഈ പറഞ്ഞ നിലവാരം എന്ന് പറഞ്ഞത്? എന്താ നിങ്ങൾ പറയുന്നത്? വ്യാഖ്യാനിക്കാം. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് മറുപടി പറയില്ല. നിങ്ങൾ ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം കൂടി ചോദിക്കുക. എന്തായാലും ആരിഫിന്റെ കേൾക്കലുണ്ട്, ലിയാഖത്തിന്റെ, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ പരദൂഷണാണ്. ഇത് നിങ്ങളൊക്കെ ഖുർആൻ വചനം പറയണ നോക്കി. ഹമ്മാസിൻ മശാഇൻ ബിനമീം എന്നാണ് കുത്തുവാക്ക് പറയുന്നവന് ഏഷണി പരദൂഷണത്തിൽ കാര്യമില്ല സുഹൃത്തെ. ആരെ പറ്റിക്കൊനാവുന്ന സാധാരണക്കാർ കേവലം അങ്ങനത്തെ സ്വാധീനിക്കാവും. ലേശൊരു നിങ്ങളൊരു ഖുർആൻ വചനം പറ. ഒരു ഹദീസ് കൊണ്ട് അന്ന് പോയി, എന്നിട്ട് ഇപ്പൊ ഇന്ന് വന്നു. ഇവിടെ ഒരു ഖുർആൻ വചനം ചോദിച്ചപ്പോ നിങ്ങൾ ഇനി അവിടെ കിടന്നു ഉരുളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ ഇട്ടുതരാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇട്ടുതരാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുതരാം. ഈ പരിഭാഷയിൽ മാറ്റി എഴുതിയോണ്ട് കാര്യമില്ലല്ലോ പൊന്നാരന്റെ അഫ്സലെ. സംസാരിക്കാനാണ് കേൾക്കാൻ ഭയങ്കര എത്രയോ ആളുകളോട് എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ വോയിസ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടിട്ടില്ല, വോയിസുകൾ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത് പറയും. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ഖുർആൻ വചനം അയച്ചു തന്നിക്കണേ. എന്തായാലും നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാണ്, ഈ ഖുർആനിന് എന്തിനെങ്ങനെ തെറ്റിച്ചർത്ത് എഴുതി വെക്കണേ ഇവര് പരിഭാഷയില്?
ഉത്തില്ലിൻ ബഅദദാലിക സനീം എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തി നേടിയവൻ എന്നാണ് കേവലം അർത്ഥം. പരിഭാഷ വായിച്ച അങ്ങനെ തന്നെ പരിഭാഷയിൽ കേവലം നിങ്ങൾ തെറ്റിച്ചത്, ഞാൻ അറബിയ മലയാളം പറയണ മാത്രം നിങ്ങളോട്. പഠിക്കുന്നു ഞാൻ അങ്ങനെ പരിഭാഷയിൽ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാ പരിഭാഷയിലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സനീമിന് ദുഷ്കീർത്തി നേടിയവൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലല്ലോ. സനീം എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തവൻ തന്നെയാണ്, നിങ്ങളിപ്പോ അല്ലെങ്കിൽ പല എനിക്ക് തന്തക്ക് പറഞ്ഞ പറഞ്ഞവൻ ഹദീസില്ല, എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളിപ്പോ എനിക്ക് പറഞ്ഞ ഒറ്റ ഹദീസ് നിങ്ങൾ നാദായത്ത് വരുന്നാണെങ്കിൽ ഉം. ഒരുപാട് എന്തിന് പണ്ഡിതന്മാരെ ഉംസുസ് കൊണ്ട് ബലറില്ലാത്തുനിന്ന് അർത്ഥം വെക്കാൻ പോകുന്ന നാദാർത്ഥം പണ്ഡിതന്മാരെ വരണം. കൊണ്ട് ഹദീസിന്റെ ആ എല്ലാ കോടികൾ ഹദീസിന്റെ ഒന്നും നമുക്ക് ചോദിക്കല. ഹദീസ് സുഹൃത്തെ, ഒരമണിക്കൂർ ഇരുന്നാൽ നിങ്ങൾ എല്ലാ സംശയം തീരും. എങ്ങനെ നിങ്ങൾ സുഹൃത്തെ, പറഞ്ഞിട്ടില്ല നമ്മൾക്കൊരു അതിന്റെ സംശയമില്ല ആശയം ഇതിനകത്ത് കൃത്യമായിട്ട് കേട്ടോ. പറഞ്ഞു. എന്നെ പക്ഷെ സംബന്ധിച്ച് ഞാൻ എനിക്കിപ്പോ സംബന്ധിച്ചിടത്തോളം നിലവിൽ സംശയമൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ അത് എനിക്ക് തീർക്കാനുള്ള സംവിധാനം എനിക്കുണ്ട്. നിങ്ങളെ കുറിച്ച് പഠനത്തിന് പഠിച്ചോ ഞാൻ എന്നാ മനസ്സിലാക്കുന്ന ആ, നിങ്ങൾക്ക് ഈ ഉസ്താമാരായിട്ടു ഈ വിഷയത്തെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളായിട്ട് എന്താ ഇരുന്ന് കഥ? ഇന്നലെ എന്നോട് ഭയങ്ങൾക്കുണ്ട്, ഇന്നലെ ഭയങ്കര ഭയമുണ്ട്. ഭയങ്കര ഭയമാണ്. അതുകൊണ്ടാണല്ലോ എന്നോട് ചർച്ചക്ക് വരാത്തെ. നിങ്ങൾ ഉസ്താദ് കോഴിക്കോട് 5-ാം തീയതി വരി. കോഴിക്കോട് 5-ാം തീയതി പരിപാടി ഒക്കെ ഉണ്ട്, ഓപ്പൺ പരിപാടിയാണ്. നിങ്ങൾ വരി. ഉസ്താദായിട്ട് വരുമോ? പൂർണ്ണമായിട്ട് അറിയാം. എന്ത് ഞാനീ പറയുന്നത് അതെ അതെ അതെ. സാധാരണക്കാരായ നിങ്ങൾ മറുപടി പറയോ, അതോ നിങ്ങൾ റേഡിയോ പോലെ സംസാരിക്കൽ മാത്രമേ ഉള്ളൂ? അല്ല, കുറച്ചു നേരമായി റേഡിയോ ആണ്. കുറച്ചു നേരമായിട്ട് നിങ്ങൾ റേഡിയോ ആണ്, ഇങ്ങനെ മുന്നോട്ട് വരില്ല. നിങ്ങൾ കുറച്ചു നേരമായിട്ട് റേഡിയോ ആണ്. തയ്യാറായിട്ട് ഞാൻ കണ്ടില്ല. സംവാദമാണ് 5-ാം തീയതി സംവാദം നടക്കാൻ പോകുന്നു. നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കണേ? 5-ാം തീയതി കോഴിക്കോട് വെച്ച് 5-ാം തീയതി കോഴിക്കോട് വെച്ച സംവാദമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഷമീമില്ല 5-ാം തീയതി ഇല്ലേ ഷമീർ, കേവലമായിട്ട് വിവരമുണ്ട് നമുക്ക് തോന്നില്ല. എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വേദ ഉസ്താദ്മാരെ കൊണ്ടുവന്നു ഷമീറിനെ റീപ്ലേസ് ചെയ്തിട്ട്. ഉസ്താദ്മാര് തയ്യാറാവാത്തോണ്ടല്ലേ ഷമീർ വരുന്നത്. ബാസിൽ തയ്യാറല്ല, ഷമീർ വേറെ ആരും തയ്യാറല്ല, ഉസ്താദ്മാരെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഷമീർ എങ്കിൽ ഷമീർ വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ് മുസ്ലിം എന്താ ഈ ഷമീർ ഒരു സലഫി ആശയധാരയിൽ പോകുന്ന ആളാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ റേഡിയോ ആയിട്ട് സംസാരിച്ച എങ്ങനെയാ? കുറെ നേരമായല്ലോ ഇത്. നിങ്ങളിപ്പോ ഈ ആയത്തുനിന്ന് രക്ഷപ്പെടാനാണ് ഈ ബഹളം ഉണ്ടാക്കണത്. അതുകൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോകും. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോകും. അതായത് ഈ സംവാദത്തിന്റെ സമയത്ത് നിരന്തരമായിട്ട് നമ്മൾ എങ്ങോട്ട് വെല്ലുവിളിച്ചാണ് ഏറ്റെടുത്തത്. വെല്ലുവിളി ഏറ്റെടുത്തോടെ ആരും കാണാനില്ല. പിന്നെ അവസാന നിമിഷം ഷമീർ വരാന്ന് പറഞ്ഞു. ഷമീർ വരട്ടെ. ഇനി അല്ല, ഷമീർ അല്ലാതെ, ഷമീർ നിങ്ങൾ പോകുന്ന അതേ സലഫി ആശയധാരയിലുള്ള ആളാണ്. സലഫി ആശയധാരയിലുള്ള പണ്ഡിതന്മാർ അത് ഏറ്റെടുക്കാത്തോണ്ടല്ലേ ഷമീറിന് അത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഷമീറിനെ കൊച്ചാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഷമീർ ഒന്നുമില്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥത കാണിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ആ ഏറ്റെടുത്ത വെല്ലുവിളിക്ക് മറുപടി പറയാൻ ഉള്ള ഒരു ആത്മാർത്ഥത കാണിച്ചു. സലഫി ഉസ്താദുമാരിന് അതിനും ധൈര്യമല്ല. വെല്ലുവിളിച്ചമാര് മാളത്തിൽ ഒളിച്ചിരിക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോ ഞാൻ ഖുർആാനിന് ഒരു അർത്ഥം പറഞ്ഞു. സനീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൂടി നിങ്ങൾ ആ ഹദീസ് ചോദിക്കണ കൂടെ ചോദിക്കണം. റുത്തില്ലിൻ ബഅദദാലിക സനീം എന്ന് പറഞ്ഞാൽ 68:13 നോട്ട് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ കുറച്ചു നേരം റേഡിയോ പോലെ സംസാരിച്ചല്ലേ. ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഉസ്താദുമാരെ കാണാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ, ഉസ്താദുമാരെ കാണാൻ സമയം കിട്ടാതെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ആ നേരത്തെ തന്ന ഹദീസും ഈ ഖുർആൻ വചനത്തിൽ ഇപ്പൊ മലയാളത്തിൽ എഴുതിയ അർത്ഥമല്ല സനീമിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഓക്കെ, ഈ രണ്ടും ചോദിച്ചിട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം. ഓക്കെ, പിന്നെ സംവാദത്തിന് അരമണിക്കൂറല്ല, നമുക്ക് 3.5 മണിക്കൂർ തന്നെ ഇരിക്കാം. ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു ഡിബേറ്റ് മോഡിലായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ സമയത്തിൽ നിങ്ങൾ ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ സംഘടിപ്പിച്ചോളി. നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക്കിൽ ഇരിക്കാം, പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇരിക്കാം. നിങ്ങൾ ഇപ്പം പറഞ്ഞ ഹദീസല്ലേ ഉണ്ടല്ലോ, അതിനൊന്നും ഒരു കയമ്പും ഉണ്ടാവില്ല. അവസാനം അതിനൊരു കയമ്പില്ല. കാരണം പിന്നെ ദേവതമാരുടെ ലിംഗത്തിനെ കുറിച്ച് പറയണില്ല. എന്ത് കയമ്പ്? അത് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് അല്ല, ഞാൻ പറഞ്ഞ എന്താ, ഈ ഹദീസും ആയത്തും തന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഈ ഹദീസും ഈ ആയത്തും ഞാൻ നിങ്ങൾക്ക് തരുന്നത്, വിശ്വാസികൾ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുന്നവരെ തെറി വിളിക്കുന്നതിന് മതത്തിൽ തെളിവുണ്ട്. പടച്ചോനും നബിന്റെ അനുയായികളും ചെയ്ത കാര്യം തന്നെയാണ് ഇപ്പോഴുള്ള മുസ്ലിങ്ങളും ചെയ്യുന്നത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാ. തർക്കത്തിനൊന്നല്ല മാണ്ടി, നിങ്ങൾക്ക് തർക്കല്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് തെറിവിളിയല്ലേ നിങ്ങൾ ആൾക്കാര്. ആ തെറിവിളി ഒരു സംസ്കാരം. ഒരു മിനിറ്റ് ഷമീറെ, സോറി അഫ്സലെ, ഈ തെറിവിളി ഒരു സംസ്കാരമായത് അള്ളാഹുവിൽ നിന്നും മുഹമ്മദിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നും ലഭിച്ച സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ രീതി, മുഹമ്മദിന്റെ സുന്നത്ത്, മുഹമ്മദിന്റെ അനുയായികൾ ആചരിച്ച സലഫിയത്ത്,
ഈ മൂന്നിലും വിമർശിക്കുന്നവനെ തെറി വിളിക്കുന്ന സംസ്കാരമുണ്ട്. അത് ഉമ്മാനെയും വാപ്പാനെയും തെറി അവരുടെ വിളിക്കുന്ന ലൈംഗിക അവയവത്തിൽ തെറി വിളിക്കുന്ന പരിപാടി. തെറി വിളിക്കുന്ന നിങ്ങൾ മഹാഭൂരിപക്ഷ ആൾക്കാരും സാധാരണക്കാരായി. സാധാരണക്കാരനായാലും അല്ലെങ്കിൽ അബൂബക്കർ സാധാരണക്കാരനാ? അബൂബക്കർ ഈ ഹദീസെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. നിങ്ങളെ തെറി വിളിക്കുന്ന അല്ല, അബൂബക്കർ സാധാരണക്കാരനാ? ആൾക്കാരും സാധാരണക്കാരായി. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള് എന്നെ തെറി വിളിക്കുന്നതൊക്കെ അബൂബക്കറിന്റെ അനുയായികളാണ്, മുഹമ്മദിന്റെ അനുയായികളാണ്. അബൂബക്കറിനെ പോലെ അബൂബക്കറും ഉമറും ഒക്കെ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കണം. ഒരു മിനിറ്റ്, അബൂബക്കർ ഉമറും ഉസ്മാനും അലിയും ഒക്കെ എങ്ങനെ ജീവിച്ചോ, അബൂബക്കറും അലിയും ഉമറും ഉസ്മാനും ഒക്കെ എങ്ങനെ ജീവിച്ചോ അതേപോലെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരല്ലേ സലഫികൾ? അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാരണം ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല, എന്ത് സന്ദർഭം? പ്രവാചകൻ മരണപ്പെട്ട് ആക്ഷേപിക്കുന്ന സമയത്ത് പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ആരാക്ഷേപിച്ച്? മരിച്ച പോലെ കിടക്ക്, മിണ്ടാതെ കിടക്കുന്നു അലീനോട് പറഞ്ഞത് ആരാ? അല്ല, ഉമറിനോട് പറഞ്ഞത് മുഹമ്മദ് നബിയല്ലേ പറഞ്ഞത്? മുഹമ്മദ് നബിയാണ് പറഞ്ഞത്. മുഹമ്മദ് നബിയാണ് മരിച്ച പോലെ കിടന്നത്. എന്താ കഥ? ഇതൊക്കെ നിങ്ങൾ ഗ്രന്ഥം വായിക്കാതാണ് വർത്തമാനം പറയുന്നത്. ഉഹദില് മുഹമ്മദ് നബി മരിച്ച പോലെ കിടന്നു, മിണ്ടണ്ടാന്ന് പറഞ്ഞു, പതുങ്ങി കിടന്നു. നിങ്ങൾക്ക് എവിടുന്ന്, നിങ്ങൾ എവിടുന്ന് ചരിത്രം വായിച്ചിരിക്കണം? നിങ്ങൾ എവിടെ ചരിത്രം വായിച്ചു നിങ്ങൾ പറയണേ? ചരിത്രത്തെ പോലും നിങ്ങൾ എന്താക്കും? എന്ത് ചരിത്രത്തെ പോലും? ഇപ്പോ ജബ്ബാർ ഉഹദില് മുഹമ്മദിന് രക്ഷപ്പെടാൻ വേണ്ടി ഏഴ് അൻസാരികളെയാണ് കുരുതി കൊടുത്തത് അന്ന്. ജബ്ബാറിന്റെ ഭാഷയിൽ എങ്ങനെ ബദറിൽ നിങ്ങൾ ജബ്ബാർ മാഷക്കുള്ളത് ജബ്ബാർ മാഷ് പറയുമ്പോ പറയും, എന്നോട് സംസാരിക്കും. നിങ്ങൾ എങ്ങനെ ഓടിപ്പോണേ ജബ്ബാർ മാഷ് ആരിഫ് എന്നൊക്കെ പറഞ്ഞത്? ചരിത്രത്തെ ഇങ്ങോട്ട് വന്ന് അക്രമം നടത്തിയിട്ട് പ്രതിരോധിച്ച ബദറിനെ പോലും അങ്ങോട്ട് പോയി ആക്രമിച്ച രീതിയിലാണ് ജബ്ബാറിനല്ല അവതരണം. ഏത് ബദറാണ് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോ പ്രതിരോധിച്ചത്? ഇസ്ലാമിക ചരിത്രത്തെ പോലും നിങ്ങൾക്ക് തോന്നുന്ന രീതി ബദർ എന്ന് പറയുന്നത് ശുദ്ധമായ കൊള്ളയായിരുന്നു. കൊള്ള ശ്രമത്തിൽ കൊള്ളക്കാരെയാണ് അവര് നേരിട്ടത്. കൊള്ള ഞാൻ പറഞ്ഞല്ല, ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത്. കൊള്ള ചെയ്യാൻ വേണ്ടി ഒരു കച്ചവട സമ്പത്തെ, ഒരു കച്ചവട സംഘത്തിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ലക്ഷ്യമിട്ട് കൊള്ളയടിക്കാൻ പോയ ആൾക്കാരെ പിന്നെ അവരെന്താ ചുമ്മാ വെക്കും? എങ്ങനെ കൊള്ളയടിക്കാൻ പോവാ? കൊള്ളയടിക്കാൻ മക്കയില് അവിടെ പോയ അവിടുത്തെ എല്ലാം ഇട്ടേച്ചിട്ടാ ഇതറ വന്ന് സകല കാര്യവും സ്വന്തം സ്വത്തും ഇതെല്ലാം അത് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് അവരെ പോകുന്ന ഒറ്റ ചോദ്യം ചോദിക്കാം അഫ്സലിനോട്. ഒറ്റ ചോദ്യം. ഇതൊരു ഉടായ്പ വാദമാണ്, ഇതൊരു ഉടായ്പ വാദമാണ് എന്ന് പറയാൻ വേണ്ടി തെളിയിക്കാൻ തെളിവ് തരാം അഫ്സലെ, അഫ്സലെ തെളിവ് തരാം. കൊള്ള ചെയ്യാനാണ് പോയത്. ഓക്കെ, പറഞ്ഞുതരാം. പറഞ്ഞു തരാം. സ്വന്തം കുടുംബമുണ്ട്. ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ എന്തെങ്ങനെ പേടിക്കണം? ഞാൻ എന്തായാലും ഒരു ഉത്തരം പറയുമ്പോ നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കണല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾ കേട്ടോ, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ വാദം ഉണ്ടല്ലോ, അതായത് ഉസ്താദുമാര് പുതിയതായിട്ട് ഇറക്കുന്ന ഉടായ്പ വാദമാണ്. അവിടെ സമ്പത്തൊക്കെ ഇട്ടേച്ചു പോന്നു. അപ്പൊ അതൊക്കെ അവർ ഈ കച്ചവട സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ പറയട്ടെ സുഹൃത്തെ, അത് ശരി. അപ്പൊ അത് ചോദിച്ചു മേടിക്കാനാ പോയതെന്നാണ് അന്നൊരു ഉസ്താദ് പറഞ്ഞത്. എന്ത്? കച്ചവട സംഘത്തെ തിരിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ഇട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ അനുപാതം ഞങ്ങൾക്ക് തരണം. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തെങ്ങനെ ഇത് ഈ പറയുന്ന വാദം പൊളിക്കുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദറിന് ശേഷം നടക്കുന്നുണ്ട്. ബദറിൽ ബന്ദികളാക്കി 70 ആളെ പിടിച്ചു, അതിൽ 2 ആളെ കൊന്നു. ബാക്കിയുള്ള ആളുകളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് അറിയില്ല അത്? ഉണ്ട്. എവിടെങ്കിലും ഈ 70 ആളെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ വിട്ടേച്ചു പോകുന്ന സമ്പത്ത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചതിന് സമാധാനം പറയും, ചോദിച്ച സമാധാനം. ഇവരെ സമ്പത്ത് അവിടെ പെട്ട് കിടക്കുന്നു, ഇവരുടെ സമ്പത്ത് അവിടെ പെട്ട് കിടക്കുന്നു. ആ സമ്പത്ത് പറയട്ടെ സുഹൃത്തെ, അവിടെ സമ്പത്ത് പെട്ട് കിടക്കുന്നു. ആ സമ്പത്ത് പെട്ട് കിടക്കുന്ന സമ്പത്ത് തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഈ 70 ബന്ദികളെ വെച്ച് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടേരുന്ന അങ്ങനൊന്നല്ല, ഓലെല്ലാം എടുത്തിട്ടാ പോയത്. അല്ല, നിങ്ങൾ ഇത് പറഞ്ഞാ മതി. അങ്ങനെ ഒരു ശ്രമം ഹദീസിലോ ഇസ്ലാമിക ചരിത്രത്തിലോ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഹിജറ എങ്ങനെ നടന്ന്? അതില് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാദത്തിന് മറുപടി പറ സുഹൃത്തെ.
നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആശയം തെറ്റാണ് എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തെളിവുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഇവരുടെ സമ്പത്ത് അവിടെ പെട്ട് കിടക്കുകയായിരുന്നു, അത് പിടിച്ചെടുക്കാനാണ് ശ്രമം നടത്തിയത്. അതെന്തായാലും അവർക്ക് സമ്പത്ത് കൊള്ളയടിക്കാൻ കിട്ടിയില്ല, അവർ രക്ഷപ്പെട്ടു പോയി. പകരം കുറച്ച് ബന്ദികളെ കയ്യിൽ കിട്ടി. എന്നാൽ ഈ ബന്ദികളെ വെച്ച് അവരെ നിലനിർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ നടത്തി ആ സമ്പത്ത് അവിടുന്ന് തിരിച്ചെടുക്കാനുള്ള ശ്രമം മുഹമ്മദ് നടത്തുന്നുണ്ടോ ഇല്ലേ? അങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കില്ല. ഞാൻ നിങ്ങളൊന്ന് ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദിനോട് ചോദിക്കണം, ചോദിക്കുന്നതല്ല. ഉസ്താദിനോട് ചോദിക്കണം. ഒരു മിനിറ്റ്. ഈ ബന്ദികളെ പിടിച്ചതിന് ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ ഒക്കെ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. എല്ലാത്തിനും തെളിവുണ്ട് നമ്മളത്. ഗ്രന്ഥത്തിൽ തെളിവില്ലാത്തതൊന്നും നമ്മൾ പറയില്ല. നിങ്ങൾ ഒഴിഞ്ഞു വിളിക്കും. നിങ്ങൾ ഈ ആയത്തും കൂടി ചോദിച്ചിട്ട് വിളിക്കണം കേട്ടോ. എല്ലാം വിളിക്കാം. ശരി.